Oh, Jesus. Oh, 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 Shikara. Shake baby. Hallelujah. Rababababaka shokosakere. Hallelujah. Hallelujah. Neeti mantula veru karladu. Hallelujah. ഓയ്യ ഓയ്യ ഓയ്യ. എനിക്കതാ പെട്ടെന്ന് കേട്ടപ്പോ തോന്നി, നിങ്ങളൊരു പാട്ട് കേട്ടതിന്റെ ഇടയില് ചട്ടി മുതല ചവിട്ടി പൊട്ടിച്ച് ഹായ് ഹായ് ഹായ്. എന്റെ പൊന്നെ, ഇതൊക്കെ കേട്ടോണ്ട് ദൈവം അവിടെ ഇരിക്കുന്നുണ്ടോ എന്തിനാ ഇറങ്ങി ഓടിണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത്? ഒന്നേ ചോദിക്കാനുള്ളൂ. ഇതൊക്കെ നമ്മുടെ ചെങ്ങായി സിനിമ ഇറക്കി പൊളിച്ച സാധനമാണ്. നമ്മുടെ ട്രാൻസ് സിനിമ കണ്ട ആളുകൾക്ക് അറിയുണ്ടാവും. ഓൾറെഡി ഇതൊക്കെ പൊളിച്ചടക്കി പണ്ടാറടങ്ങി വെച്ചൊരു സാധനമാണ്. ഇംഗ്ലീഷ് അതിന്റെ ഇടയിൽ ഒരു ഓയ്യ ഓയ്യ കുത്തിക്കയറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. എന്റെ പൊന്ന് പള്ളി, ഈ വീഡിയോ നിങ്ങൾ ആരും മിസ്സാക്കരുത്. അനുമോളുടെ ആ ഒരു ബൊമ്മ ഇല്ലേ, ബൊമ്മ പ്ലാച്ചിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കൂടോത്രാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് കേട്ടൊക്കെ എന്തായാലും ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവ, അനുമോളുടെ പാവ, അതൊരു സാധാരണ പാവയല്ല, ഇതുപോലെ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പാവയാണെന്നല്ലോ പറഞ്ഞു വരുന്നത്. ബ്ലാക്ക് മാജിക്. അതെന്താ നിങ്ങൾക്ക് അത്ര ഒരു സംശയം? ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഈ ഒരു ബൊമ്മയുണ്ടല്ലോ, ഈ ഭാവ, ഇത് വന്ന വഴിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? പ്ലാച്ചി അങ്ങനെ ചുമ്മാ വന്നതൊന്നല്ല. പ്ലാച്ചിമടയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? അതാണ് പ്ലാച്ചിമട. ഭയങ്കര പേര് കേട്ടൊരു സാധനമാണ് ഈ പ്ലാച്ചി. പ്ലാച്ചി എന്ന പേര് ഇട്ട് കൊടുക്കാൻ തന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ പ്ലാച്ചിമട ഉള്ളത് വേണ്ട. തുടർന്ന് കേൾക്കാൻ കേട്ടോ, നല്ല അടിപൊളിയാണ്, അടിപൊളി. ഇതിപ്പോ കൂടോത്തരത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറയണ ഞാൻ കൂടോത്തരത്തിന് മാത്രമാണ് അവളുടെ കയ്യിരിക്കുന്നത്, ബ്ലാക്ക് മാജിക്കില് തന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചു ഉപയോഗിക്കുന്ന പാവയാണ് സെയിം ഇതില് വരുന്നതാണ്. അതിന്റെ ചുണ്ടിലൊക്കെ നമുക്കറിയാൻ പറ്റും, മുഖത്തിന്റെ ഓരോ കട്ടിങ്ങിലും. എന്തുകൊണ്ട് അത് വലിച്ചു ദൂരായിട്ടിറങ്ങി തിരിച്ചു കൊടുത്ത്? എന്റെ പൊന്ന് ചേട്ടായി, എന്തായാലും ബിസിനസ് ഒന്നും ഇല്ലാതൊരു മൂലയിൽ ഇരിക്കുന്നത് മനസ്സിലായി. പതുക്കെ അങ്ങ് വന്നതാണല്ലേ. ആ ബൊമ്മയാണ് അത്ര. എന്റെ പൊന്നു മക്കളെ, ആരാണ് ആ ബൊമ്മ അടിച്ചിറക്കി? ഏതാണ് ആ ബൊമ്മയുടെ ഒറിജിനൽ കമ്പനി എന്നൊന്നും എനിക്കറിയില്ല. ഇനി ഏത് കമ്പനി ആണെങ്കിലും നിങ്ങളുടെ കഥ കഴിഞ്ഞതോ ഗതി. ഇനി അത് വീട്ടിൽ കൊണ്ടുവെക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയാവും എന്നുള്ളതാണ്. നമ്മുടെ ബൊമ്മ സിനിമ അനബെല്ലൊക്കെ ഓർമ്മയില്ല നിങ്ങൾക്ക്? ആ ബൊമ്മ കാണുന്ന തന്നെ ആൾക്കാർക്ക് പേടിയ, കുട്ടികൾക്കും പേടിയ, നാട്ടുകാർക്കും പേടിയ, എന്റെ പൊന്നെ വീട്ടിലെ തള്ളപ്പിടിക്കുമാർക്ക് അടക്കം പേടിയ. നമ്മളെ പേടിപ്പിക്കുന്ന കഥകളൊക്കെ പറഞ്ഞിരുന്ന മുത്തശ്ശിമാരൊക്കെ ഇപ്പൊ ഒരു മൂലയിൽ ഇരിക്കുകയാണ് ഈ പണ്ടാറടങ്ങിയ ഈ സാധനം കണ്ടിട്ട്. ഇപ്പൊ പ്ലാച്ചി എന്ന് പറഞ്ഞ ബൊമ്മ വളരെ ക്യൂട്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇതിപ്പോ കണ്ടും കേട്ടോണ്ടിരിക്കുമ്പോ പേടിക്ക് പണ്ടാറടങ്ങി ഒരു മൂലയ്ക്ക് ഇരിക്കുക എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞില്ല മക്കളെ, കഴിഞ്ഞില്ല. ഇനി അനുമോള് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ. സത്യസന്ധതക്കും അല്ല നോബൽ പുരസ്കാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കേണ്ട റൈറ്റ് ആണ്. അന്ന് കണ്ടോക്കിക്കാളെ. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. ഇത് ജനങ്ങളുടെ വിജയമാണ്, അല്ലാതെ ഒരു പൈസ പോലും എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. വെറുതെ പറഞ്ഞുണ്ടാക്കി 1 ലക്ഷം. കുടുംബ സമേതങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് പണ്ടാര പറഞ്ഞതുപോലെ. ഡാഡി പറയുന്നത് ഇത് ജനങ്ങളുടെ വിജയമാണ്, ജനങ്ങളാണ്, ബാക്കിയൊക്കെ നൊണ്ണയാണ് എന്നുള്ളത്. മോള് പറയുന്നു 1 ലക്ഷം രൂപ PR കൊടുത്തിട്ടാണ് നമ്മൾ ജയിച്ചതെന്നുള്ളത്. ഇതൊന്നും കൂടാതെ അതിന് 150 വട്ടം മാറ്റി മാറ്റി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. വീണ്ടും എന്തിനാടാ മോനെ ഇത് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഈ പ്ലാച്ചി ബൊമ്മ ഭൂതം കൂട്ടിക്കലർത്തി വെക്ക, ഇതൊക്കെ തന്നെ ഉള്ളു കയ്യിൽ. കാരണം പ്ലാച്ചിക്ക് കൂടോത്രം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാക്കില് കൂടോത്രം, അല്ലെങ്കിൽ നാക്കില് നല്ല സരസ്വതി വിളയാടുണ്ടെന്ന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാ. 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു. 50,000 ബാക്കിയുള്ളതാണ് അനുമോൾ പറഞ്ഞത്. കള്ളം പറഞ്ഞു. 1 ലക്ഷം ബാക്കി കൊടുക്കണം. ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ്. വല്ലാത്ത ഫിസിക്കാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു കേട്ടോ. 1 ലക്ഷം കൊടുത്തു. എനിക്കാകെ 11,000 രൂപ തന്നിട്ടുള്ളൂ എന്റെ പൊന്നു മൊള്ളേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ പൊന്നു പള്ളി, രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നാണ് നല്ല നല്ല അടിപൊളി ചാൻസ്, നല്ലൊരു ഇതുള്ള ഒരാളാണ് കേട്ടോ. അതിലങ്ങോട്ട് ശോഭിക്കും, അങ്ങ് പൊട്ടിത്തെറിക്കും. അമ്മാതിരി. അമ്മേ, ഇത്രയും നാൾ ഈ നോണയും പറഞ്ഞതിനെ പിടിച്ചു നിന്ന് പറഞ്ഞ വലിയ സംഭവമാണ് കേട്ടോ. ഇനിയുള്ള വിശ്വാസം മൊത്തം ജനങ്ങളുടെയും കൂട്ടുകാരുടെ ഒക്കെ പോവല്ലോ അല്ലെ. നോണ പറയാം, മിടുക്കി കൊള്ള. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. ഈ ബാക്കി 14 ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം. PR ഉണ്ട്, അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. ഈ പെയ്ഡ് PR വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. PR ഉണ്ട്. 1 ലക്ഷം അത് ചുമ്മാ ഞാൻ, അതായത് ഇവള് പറയുമ്പോ ഒരു കട്ടിക്ക് പറയണല്ലോ. പൈസ വാങ്ങാതെ പണിയെടുക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ വിനുമോനെ, നീ ആള് കൊള്ളാടാ. 1 ലക്ഷം കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. പടച്ച തമ്പുരാനാണ് സത്യം, ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ പൊന്നു മോളെ,
നമിച്ച് കേട്ടോ, നമിച്ച്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇനിയും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് പറയുമ്പോളാ. എടേ കല്ല് വെച്ച നുണകളാടേ, നുണ പറഞ്ഞുകൊണ്ടാ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനി നല്ല സ്വഭാവം. ഇനി ഈ ഒരു വീഡിയോ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. കാരണം ദൈവത്തെ പിടിച്ച് പറയുന്ന ഒരു ഭയങ്കര സത്യം. നുണയിട നുണ, കല്ലുവെച്ച നുണ, കല്ലുപ്പിട്ട നുണ. നിനക്കറിയാം ഞാൻ ദൈവത്തെ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ, അപ്പൊ ആ ദൈവങ്ങളെ കൊണ്ട് ഞാൻ സത്യത്തിൽ പറയണം, ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഇരുന്നോണ്ട് പറയാണ് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയണം. ഇപ്പോഴും ഞാൻ പറയണേ, മൈക്കിട്ടിട്ട് ഞാൻ പറയണേ ഞാൻ കൊടുത്തിട്ടില്ല. ഇതെന്തായാലും ഗ്രനേഡിന്റെ ഇത് പൊട്ടിച്ച് നിൽക്കണ പോലെയുള്ള മൈക്കിട്ടിട്ടാണ് നിൽക്കണെന്ന്. ആ ദൈവത്തിനെ പിടിച്ച് നുണ പറഞ്ഞ മനുഷ്യത്തിയല്ലേ ജി. 1 ലക്ഷം കൊടുത്തിട്ടുണ്ട്, 14 ലക്ഷത്തിന്റെ കഥയും പറയുന്നുണ്ട്, ഒന്നും കൊടുക്കൂല എന്നും പറയുന്നുണ്ട്, ദൈവത്തിനെ പിടിച്ച് സത്യം പറയുന്നുണ്ട്. ഇനിയിപ്പോ കൂടോത്രം പാവേല് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അമ്മക്ക് നാക്കാണ്. നുണ കൊണ്ട് അങ്ങ് പാവപ്പെട്ട വീട്ടമ്മമാരെ കയ്യിലെടുത്തിട്ടേ പാവങ്ങൾ ഒന്നിനും ഒരു ലെവലും ഇല്ലാതെ ഇതിന് സപ്പോർട്ടും ചെയ്തു. ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്, എനിക്ക് കൊടുത്തിട്ടില്ലായിരിക്കും. പക്ഷെ ആ സമയത്ത് നീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാനിപ്പോ പറഞ്ഞത്. എനിക്ക് എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. 16 ലക്ഷം, ചിലപ്പോ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നേ, ഇനി ജനങ്ങളെ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റൂല കേട്ടോ. അമ്മ അതിന് നുണച്ചിയാണെന്ന് ഇപ്പൊ പറഞ്ഞ് തെളിയിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു നുണ ഒന്നും ഞാൻ പറഞ്ഞില്ല എന്ന് നാളെ പറയൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നുണ അപ്പൊ അതിനും കണ്ടെത്തും. അതാണ് 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് എന്നല്ല, അതിനോട് ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം രൂപ. അതെനിക്ക് എവിടെയും പ്രൂവ് ചെയ്യാം. സത്യത്തിൽ എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 ഇത് കേൾക്ക് ഫുള്ളായിട്ട്. 1 ഉറുപ്പ്യ പോലും ഞാൻ കൊടുത്തിട്ടില്ല. 50,000 ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഞാൻ 50,000 കൊടുക്കും. അത് 1 ലക്ഷമാണ് പറഞ്ഞെന്നുള്ളതൊക്കെ. 50,000 പോയിട്ട് ഞാൻ പറയുന്നില്ല. ആകെ 11,000 എഴുതിട്ട് 11 ഉറുപ്പ്യം കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് കൊണക്കിയ. എന്നിട്ട് അത് വളച്ചൊടിച്ചു. അപ്പൊ തന്നെ അതിന്റെ അടുത്ത ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലല്ലേ? അത് കഴിഞ്ഞിട്ട് എന്തായാലും എന്താപ്പോ കപ്പടിച്ചില്ലേ, ഇനിയിപ്പോ അതിനെ കുറിച്ചിട്ടൊക്കെ എന്തിനാ പറയുന്നേ, ഇതകത്തുനിന്നും പുറത്തുനിന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടിക്കൊള്ളിട്ടാ. ഇനി നമ്മളെ രജിത്ത് സാറിന്റെ കുറച്ച് നഗ്ന സത്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. ബിഗ് ബോസ് ചരിത്രത്തിൽ ഒറ്റ ഷോയെ നിന്ന് പോയിട്ടുള്ളൂ, രണ്ടാം സീസൺ. ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടി, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മെമന്റോയെങ്കിലും കൊടുക്കാൻ തക്ക രീതിയിൽ അവർക്ക് വിളിച്ചിരുന്നെങ്കിൽ ആ നാണക്കേട് മാറിയേനെ. എന്ത് നാണക്കേട്! നിങ്ങളൊക്കെ അവിടെ പിടിച്ച് ആ ഒരു പരിപാടി നടത്തി കൊറോണ വന്നത് കൊണ്ട് രക്ഷപ്പെട്ട്. ഇതിലും വലിയ നാണക്കേട് ഇനി വരാനൊന്നുമില്ല. സഹമത്സരാർത്ഥിയുടെ കണ്ണിലേക്ക് മുളകും വാരി തേച്ചിട്ട് ഡയലോഗ് അടിക്കുന്നു. ഞാൻ 100% അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. എന്ത് തേങ്ങക്കൊല്ലിട്ട് ഞാൻ പറയുന്നില്ല, കീഴ്വായി ആണ്. പക്ഷെ അതങ്ങനെ പെൻഡിങ് ആക്കി വെച്ചു. എന്നിട്ട് അടുത്ത 4ാമത്തെ സീസണിൽ കംപ്ലീറ്റ് ആക്കാതിരുന്നിട്ടും പുറത്തു പോയ മണിക്കുട്ടനെ തിരിച്ചു വിളിച്ചിട്ട് ആ ട്രോഫി കൊടുത്തു വിട്ടു. നമുക്കിപ്പോ 50 ലക്ഷം വേറെ ആർക്കോ കൊടുത്തോട്ടെ, നമുക്ക് അതിന് വിരോധമില്ല. പക്ഷെ 5,000 രൂപയുടെ ആ ട്രോഫി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു മെമന്റ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് നമ്മളത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് മരിച്ചു നിന്നൊരു വർക്കായിരുന്നു. അതെ അതെ, സഹമത്സരാർത്ഥി മരിച്ചു വീണേനെ. നമ്മൾ ഡെഡിക്കേറ്റ്. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചൊരു വ്യക്തിയാണ് ഈ വ്യക്തി. എന്നിട്ട് ഇരുന്ന് ഡയലോഗ് അടിക്കണ കേൾക്കുമ്പോൾ 5,000 രൂപയുടെ അല്ലെങ്കിൽ ഒരു 150 രൂപയുടെ ഒരു ട്രോഫിയെങ്കിലും വാങ്ങി കൊടുക്കന്റെ ബിഗ് ലൂസേ. ഇയാളെ വീട്ടിൽ പോയിട്ട് വാങ്ങി കൊടുക്കുക, എന്നാലും വേണ്ടില്ല. ബിഗ് ബോസ് 2 മത്സരിച്ചൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഒരു 15,000 ഉറുപ്പിയും കൂടി കൊടുക്ക്. ആർക്കെങ്കിലും പൈസ കിട്ടില്ലെങ്കിൽ അപ്പ വലിയ കിടന്ന് മോങ്ങല്ല. അയ്യോ എനിക്ക് തന്നില്ലല്ലോ, ഞങ്ങൾക്ക് തന്നില്ലല്ലോ. എന്റെ ഒരു മനുഷ്യനായിരുന്നു ഈ രജിത്ത് സാർ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവണം കേട്ടോ. അമ്മാതിരി കൂതറ സ്വഭാവം. കൊറോണ സമയമല്ലായിരുന്നു സാർ, അതിന്റെ ചിലപ്പോ അല്ലേ? കൊറോണ സമയമാണ് ഇപ്പോഴും ഇങ്ങനെ കൊറോണ. ബൈബിളിൽ ഒരു വചനമുണ്ട്, അഹങ്കാരികളുടെ നാട്ടിൽ കൂടുമ്പം മാരകമായ രോഗാദി പീഡകൾ കൊടുത്ത് കർത്താവ് ലോകം നശിപ്പിക്കുന്നു. അപ്പം ഞാൻ ആശ്വസിച്ച് അത്രയേ ഉള്ളൂ. ഞാൻ ചതിക്കപ്പെട്ട് പുറത്തേക്ക് പോയപ്പോ 74ാമത്തെ ദിവസം ദൈവം കൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. എല്ലാം ദൈവത്തിന്റെ കളികള്. ആ പെണ്ണിന്റെ കണ്ണിൽ മുളക് എഴുതിട്ട് ഡയലോഗ് അടിക്കുന്നു. എവിടുന്നാണ് വരുന്നത്? തൊട്ടപ്പുറത്തിരുന്ന് സാറേ ചിലപ്പോ കൊറോണ കാരണമാവും സാറേ. ഏത് കൂതറയാണ് തൊട്ടടുത്ത് നിന്ന് കണക്കിണെന്ന് അതിനും വലിയ കോമഡി. കൊള്ള എല്ലാരും കൂടെ നല്ല ടീമാണ്. ഏതൊരു സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് തോന്നുന്നു. അതിന്റെ ഇടയിൽ ജിന്റെ അഭിനയിച്ച് തകർത്താടിയ ഒരു പാട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്റെ പൊന്നെ, അവിടെ കുറെ പാറയും കെട്ടും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അതിനേക്കാളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പാട്ടിന്റെ ഇടയിലേ ഇങ്ങനെ കുറെ ഉണ്ട്. കഴിവില്ലാത്ത കുറെ അതിന്റെ തല കയറ്റി നടക്കുക ഒരു കൂട്ടം ആൾക്കാര്. കഴിവുള്ള ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ എത്താൻ നോക്കുമ്പോ ഒരു തേങ്ങ ഉണ്ടാവില്ല. തലക്ക് 2 മേട്ടം മേടിയിട്ട് കഴിവുള്ളവരെ ഓടിക്കും. ഇതാണ് ഇപ്പൊ കണ്ടു തന്നോണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇപ്പൊ പ്ലാച്ചിയുടെ മൂക്കും ചുണ്ടും ചിറിയുടെ മുകളിലൊക്കെ കണ്ടപ്പോ മൂപ്പർക്ക് തോന്നിയത്രേ അത് മറ്റേതാണെന്ന്.
നിങ്ങൾ പ്ലാച്ചിമേടനെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതാണ് പ്ലാച്ചിയുടെ പവർ അതാണെന്നുള്ളതാണ്. പിന്നെ ഇടക്കിടക്ക് നുണകളും വാക്കുകളും മാറ്റി മാറ്റി പറയുന്ന നമ്മുടെ അനുമോള് കുണൂസിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്ന് ഏറ്റെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് പറ്റിയ ആളാ, നിമിഷ നേരം കൊണ്ട് വാക്ക് മാറ്റി കളിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും അനുമോള് പറയണതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണെന്നുള്ളതാണ്, വേറെ ആരുടെയും കുഴപ്പമില്ല. കാരണം നിങ്ങൾ ശരിക്കൊന്ന് നോക്കിയ കാര്യം മനസ്സിലാവും. മറ്റേ പപ്പു കേൾക്കണ പോലെ എന്നെ ശരിക്കൊന്ന് നോക്കിയേ, അതാണ് അനുമോള്. അപ്പൊ വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളൊക്കെ ആയിട്ട്. കൂടെ കൂടിക്കോളും. വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി. സന്ദീപ് പാൾ സൈനിങ് ഓഫ്.